ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ തുടരും സിനിമ കണ്ടു, നാഗർകോവിലിരുന്നു. അതായത് വാക്കുകളില്ല പറയാൻ, അതുമായി ഔട്ട്സ്റ്റാൻഡിങ് ഫിലിം. നിങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ മിസ്സേ ചെയ്യാൻ പാടില്ല. വേറെ ലെവൽ. ഞാനൊരു പക്ക ലാലേട്ടൻ ഫാനാണ്, പക്ഷേ എനിക്ക് എംബറാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പടം. അതായത് ഓക്കെ, സൂപ്പർ ഡൂപ്പർ എന്നൊന്നുമില്ല. അതായത് അത് ഒരു കഥ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൂസിഫർ കിടപ്പുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഔട്ട് ആൻഡ് ഔട്ട് പക്ക മോഹൻലാൽ ഫാൻ. അപ്പം നേര് ഒപ്പം ദൃശ്യം എന്നൊക്കെ പറയുമ്പം ഇതിലും എല്ലാത്തിലും കഥയാണ്. ഒരു 60 to 70% കിടക്കുന്നുണ്ടെങ്കിൽ 30% ഉള്ള മോഹൻലാൽ അങ്ങനെയാണ്. ഇതിൻ്റെ അത് 100% കഥ, 100% അഭിനയം എന്നൊക്കെ പറയുന്നത് 2-3 ഇടത്തൊക്കെ വന്നിട്ട് പുള്ളി, നമ്മൾ സിനിമയല്ല കാണുന്നത്, നേരിട്ട് ഒരാളെ കാണുന്നത് പോലത്തെ ഒരു ഫീല് പുള്ളി കിട്ടായിരുന്നു. ചില ദിവസത്തൊക്കെ കണ്ണും നിറഞ്ഞു പോയി, അത്ര മാത്രം. അടിക്കടി വാക്കുകളില്ല, അടിക്കടി സെന്റിമെന്റ്സ്, കോമഡിക്ക് കോമഡി. ഔട്ട് ആൻഡ് ഔട്ട് ലാലേട്ടൻ ഫിലിം. ഈ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പടം പോയി കാണണം. ഒരു യുഗത്തിന് ശേഷമാണ് ഇതേപോലത്തെ ഒരു പടമൊക്കെ ഇറങ്ങുന്നത്. താങ്ക്സ് കരൺ മൂർത്തി, താങ്ക്സ് ജെയ്സ് വിജയ്, മെയിനായിട്ട് പ്രൊഡ്യൂസർ രജപുത്ര. അവരെടുക്കുന്ന ഒട്ടുമിക്ക പടങ്ങളും വന്നിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ഫിലിമാണ്. മോഹൻലാൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലൊക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സ്റ്റാർഡം അങ്ങനെ നിൽക്കും. ഒരിക്കലും പോകാൻ പോകുന്നില്ല, എന്നാലും ഒരു പാളിച്ച പോലും ഏൽക്കില്ല. താങ്ക്സ് ലാലേട്ട.